പഞ്ചസാര ആ ഗ്ലൂക്കോസ് എന്ന ഒരു അളവിലാണ്. കാരണം ഗ്ലൂക്കോസിന്റെ അളവ് വെച്ചിട്ടാണ് പ്രമേഹ രോഗം നിർവചിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഞ്ചസാര എന്നുള്ള ഒരു പ്രയോഗം വന്നിരിക്കുന്നത്. പക്ഷെ ഈ അമിതമായ ഉപയോഗം, പഞ്ചസാര എന്ന് പറയുന്നത് വൈറ്റ് പോയ്സൺ എന്നാണ് നമ്മൾ പറയുന്നത്. പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം പ്രമേഹ രോഗ സാധ്യതയെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല. പ്രമേഹ രോഗ സാധ്യത മാത്രമല്ല, ഹൃദ്രോഗ സാധ്യതയും, ഈവൻ ബ്ലഡ് പ്രഷർ കൂടാനും. അപ്പോൾ സാധാരണ ഉപ്പിന്റെ ഉപയോഗമാണ് പറയാറ്. പക്ഷെ നമ്മൾ അധികം പേര് മനസ്സിലാക്കാത്തൊരു വസ്തുത, പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും ബ്ലഡ് പ്രഷറിനുള്ള സാധ്യതയും കൂട്ടും. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ധാരാളം മധുരം കഴിക്കുന്ന ചിലരുണ്ടായിരിക്കും. അവർക്ക് പ്രമേഹ രോഗം വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും. നേരെ മറിച്ച് അധികം മധുരം കഴിക്കാതെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ പ്രമേഹ രോഗം വരാം. ഈ മധുരം കഴിക്കുന്ന തോതിനും പ്രമേഹ രോഗത്തിനുള്ള റിസ്ക്കും തമ്മിൽ ശരിക്കും കാര്യമായ ഒരു ലിങ്ക് ഇല്ല. പക്ഷേ പാരമ്പര്യമായിട്ട് പ്രമേഹ രോഗ സാധ്യതയുള്ള ഒരു വീട്ടിലുള്ള ഒരാളാണെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർക്കോ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ, ആ വ്യക്തി ചെറുപ്പത്തിലെ തന്നെ അമിതമായ മധുരം ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രമേഹ രോഗ സാധ്യത നേരത്തെ തന്നെ, അല്ലെങ്കിൽ പ്രമേഹ രോഗം നേരത്തെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രമേഹ രോഗ സാധ്യതയ്ക്കുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ഭാഗ്യവാനാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ പറയുന്ന ലഡ്ഡും ജിലേബിയും ധാരാളം കഴിച്ചാലും അയാൾക്ക് പ്രശ്നമൊന്നും വരാറില്ല. അതേസമയം പ്രമേഹ രോഗം വന്നതിന് ശേഷം, പ്രമേഹ രോഗി ആയതിനു ശേഷം ഈ പഞ്ചസാരയുടെ ഉപയോഗം തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ്. അമിതമായ അളവിലൊന്നല്ല, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര, ഡയറക്റ്റ് ഷുഗർ എന്ന് നമ്മൾ പറയുന്ന ആ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പലഹാരങ്ങളൊക്കെ തന്നെ ബേക്കറിയിൽ വിൽക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും പഞ്ചസാരയുടെ അല്ലെങ്കിൽ ശർക്കരയുടെ അളവുണ്ട്. അതൊരു പ്രമേഹ രോഗിക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളൊരു സാമൂഹിക ജീവി ആയതുകൊണ്ടും പല ആഘോഷങ്ങളും കുടുംബത്തിലും സമൂഹത്തിലും നടക്കുന്നു. പിറന്നാളുകളോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ, ഓണം അല്ലെങ്കിൽ ക്രിസ്മസ്, ആ അവസ്ഥയിൽ എല്ലാവരും മധുരം കഴിക്കുമ്പോൾ ആ പ്രമേഹ രോഗിക്കും നിയന്ത്രിതമായിട്ടുള്ള അളവിൽ അത് കഴിക്കാൻ നമ്മൾ അനുവദിക്കാറുണ്ട്. കാരണം അത് അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മ, മറ്റുള്ള എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇയാൾക്കത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അതിൻ്റെ മാനസിക സമ്മർദ്ദം ചിലപ്പോൾ ഈ ബ്ലഡ് ഗ്ലൂക്കോസ്, ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ആ ഒരു പായസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെയോ കഷ്ണം കഴിക്കുന്ന അതിൻ്റെ എഫക്റ്റിനേക്കാൾ ഈ ഒരു വിഷമം കൊണ്ടും ഷുഗർ കൂടാം. അപ്പം അതുകൊണ്ട് അത് അനുവദനീയമാണ്. പക്ഷെ അത് അറിഞ്ഞു വേണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ സ്ഥിരം ഒരു സംശയമാണത്. സദ്യക്ക് പോയി, സദ്യയിലൊരു പന്തിയിലിരുന്ന എല്ലാവരും പായസം ഇവർക്ക് വിളമ്പുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു വിമുഖത, അടുത്തിരിക്കുന്ന ആൾ പരിചയമില്ലാത്ത ആളാണെങ്കിൽ തന്നെ ചോദിക്കുക എന്താ ഷുഗർ ഉണ്ടോ എന്ന്. അപ്പം അത് ഉണ്ടായിരിക്കും, ഈ ചോദിക്കുന്ന ആൾക്കും ഷുഗർ ഉണ്ടായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അതിലൊരാൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് 2 or 3 ആൾക്കോ പഞ്ചസാര അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു 1/2 ഗ്ലാസ് അധികം മധുരം ഇല്ലാത്ത പായസത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ 1/2 ഗ്ലാസ് കുടിക്കാൻ അനുവദനീയമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി പിന്നെ അതിൻ്റെ ബാക്കി വേറെ മധുരവും അങ്ങനെ കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് കൈവിട്ടു പോകും. അപ്പം അത്തരത്തിൽ ശ്രദ്ധിച്ച് ഒരു പരിമിതമായ അളവിൽ ഇടയ്ക്കൊക്കെ അത് മാനസികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രോബോളി അനുവദിക്കാറുണ്ട്. എന്നാൽ ദൈനംദിനമായി പഞ്ചസാര, ചായയിലോ കാപ്പിയിലോ പലരും വരാറുണ്ട്. ആദ്യം കുടിക്കുന്ന ചായയിൽ ഒരു തരി പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു തരി അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ എന്ന് കരുതുന്നത് ഡെയിലി ചെല്ലുമ്പോൾ അത് അയാളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ കൂട്ടാറുണ്ട്.
ഇപ്പൊ പഞ്ചസാരയുടെ അസുഖം എന്ന് പറയുന്നത് ആ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. എന്നാലും ശരിയായിട്ടുള്ള ആ ടേം അല്ലെങ്കിൽ നിർവചനം പ്രമേഹം എന്ന് തന്നെയാണ്.